എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലും. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് ആകെപ്പാടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം വിജയലക്ഷ്മിയാണ് തന്റെ അമ്മയെന്നുള്ള വെളിപ്പെടുത്തൽ ഗീതു നടത്തിയിരിക്കുക. ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, എനിക്കിപ്പോ എല്ലാം മനസ്സിലായിടി, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേ ഈ നിൽക്കുന്ന സ്ത്രീയാണ് എന്റെ അമ്മയെന്ന് നിനക്ക് പറയണായിരുന്നു. അതിനു വേണ്ടിയല്ല നീ ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഈ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് ഗീതു പറഞ്ഞു, ഗോവിന്ദേട്ട എന്തായി പറയണെന്ന് ചോദിക്കാം. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറയാം. പക്ഷെ നീ ഒന്ന് ഓർത്തോ, ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാലും ഈ സ്ത്രീയെ ഞാൻ എന്റെ അമ്മയായിട്ട് കാണാനായിട്ട് കൂട്ടാക്കില്ലെന്ന് പറയാണ്. രേഖയും പ്രിയയും വരുണൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. വരുണോർത്ത് ഈ നിൽക്കുന്ന സ്ത്രീയാണ് ഇവരുടെ അമ്മ, ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരുണിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, നിങ്ങളെല്ലാരും കൂടെ ചേർന്നൊരു നാടകമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഈ സമയം വിജയലക്ഷ്മി ഗീതനോട് പറഞ്ഞു, മോളെ നീ എന്തിനാ പറഞ്ഞേ, നീ വിളിച്ചിട്ടാ ഞാൻ വന്നേതാ, നിനക്ക് അങ്ങനെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല വന്നേ, നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തിട്ടില്ല, അതുകൊണ്ട് നിന്നോട് അർജന്റായിട്ട് കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി എടുത്തിട്ട് ഗോവിന്ദ് പറഞ്ഞു, നിങ്ങളുടെ വലിയ നാടകമൊന്നും ഇവിടെ വേണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങളും ഇവളും കൂടെ നാടകം കളിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ നിങ്ങളെ. ഇത് മുമ്പേ ഞാൻ അറിഞ്ഞ കാര്യമായിരുന്നു, പക്ഷേങ്കില് ഞാനിത് മനസ്സിലാക്കേണ്ടതായിരുന്നു പറയണം. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സ് വിചാരിച്ചോ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ വരാനായിട്ട് പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, രാധികാമേനെ നീ സ്വന്തം അമ്മയെ പോലെ കാണണം, ഒരിക്കലും ആ കൈവിടല്ലെന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ എന്റെ രാധികാമയ്ക്ക് എന്ത് സംഭവിച്ചാലും ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വരാൻ പോകുന്നില്ല. നിങ്ങൾ അത്രയ്ക്ക് ഞാൻ വെറുത്തു കഴിഞ്ഞു, ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. രാധികാമ എന്നെ കൊന്നോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് ഗോവിന്ദ് പറയാം. വിജയലക്ഷ്മി ആകെപ്പാടെ തകർന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഗീതുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെ ഗീതു ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഗീതു ഗോവിന്ദിന്റെ പുറകെ ഓടി ചെല്ലുവാണ്. ഗോവിന്ദിന്റെ പുറകെ ചെന്നിട്ട് പറഞ്ഞ്, കണ്ണേട്ട അവിടെ നിൽക്കുക, ഇത് എങ്ങോട്ടാ പോന്നേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറയാണ്. എനിക്കൊരു കൂടുതലൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗീതു, നീയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ചതി ചതിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. എനിക്കറിയായിരുന്നു മുമ്പേ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന വിജയലക്ഷ്മിയാണ് എന്റെ അമ്മയെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നിന്നോട് ഞാനിത് ചോദിക്കാതിരുന്ന എന്താണെന്നറിയാവോ, നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷെ ഇപ്പൊ നീയായിട്ട് മനഃപൂർവ്വം ആ വിഷയം കൊണ്ടുവന്ന ഇതൊരിക്കലും എനിക്ക് പൊറുക്കാനും സഹിക്കാനും പറ്റില്ലെന്ന് പറയണ. അപ്പോൾ വിജയലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട്. വിജയലക്ഷ്മി മോനെ നീ ഇങ്ങനൊന്നും പറയരുത്, പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണേ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇടപെടാൻ വന്നേക്കരുത്, നിങ്ങൾ എന്റെ ആരും അല്ലെന്ന് പറയാണ്. ഇത് കേട്ട ജീവിതത്തിനും ഗീത് പറഞ്ഞു, അതെ ഞാൻ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ല കണ്ണേട്ടൻ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അമ്മയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇനി എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ല. ഇനി എല്ലാം കണ്ണേട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയണം. ഒന്നുമില്ലെങ്കിൽ കണ്ണേട്ടൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുക. അമ്മയാണ് പോലും, ഇവരെ ഞാൻ അമ്മയായിട്ട് അംഗീകരിക്കണം അല്ലേ? അന്നാ ഇവരോട് ചോദിച്ചു നോക്ക്, എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ പറ. ഒന്നുമില്ലാത്ത പ്രായത്തില് എന്നെ ഇട്ടിട്ട് പോയത് എന്തിനാന്ന്, ഒരമ്മയുടെ താരാട്ടുപാട്ട് കേട്ട, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാരി തിന്നാനുള്ള മോഹം എനിക്ക് ചെറുതിലേ ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇവര് സ്വന്തം സുഖ സൗകര്യം അന്വേഷിച്ച് പോയത് എന്തിനാന്ന് ഇവരോട് ചോദിച്ചു നോക്ക് ഗീതു. എനിക്ക് എന്റെ ബാല്യം നഷ്ടപ്പെടുത്തി എന്തിനാന്ന് ചോദിച്ചു നോക്ക് ഗീതു. ഇതിനൊക്കെ ഉത്തരം ഇവരോട് തരാൻ പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരെ അമ്മയായിട്ട് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് പറയാണ്. ഇവർ ആരുടെയോ കൂടെ പോയി ഒരു കൊച്ചിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു, എന്നിട്ട് ഞാൻ പിന്നെ ഇവരെ അംഗീകരിക്കണം പോലും. ഇവരത്ര പതിവ്രതയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു, ഗോവിന്ദൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ച ചോദ്യം നീ ചോദിക്കാൻ പറയണം. ഇത് കേട്ടുകഴിയുമ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു, അതെ ചില ചോദ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉത്തരവില്ല, ഇപ്പൊ ഇതിനുള്ള മറുപടി തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ ചീത്തയാണ്, ഞാൻ അംഗീകരിച്ചു തന്നിരിക്കുന്നു, ഞാൻ ദുഷ്ടയായ സ്ത്രീയാണ്. പക്ഷേങ്കിൽ ഇതിനുള്ള ഉത്തരം മാത്രം എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, ഞാൻ പോയേക്കുക. ഇനി നിങ്ങളുടെ കൺമുനി മാക്സിമം ഞാൻ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് കൈകൂപ്പി പറഞ്ഞിട്ടാണ് വിജയലക്ഷ്മി അങ്ങോട്ട് പോകുന്നത്. ആ പോക്ക് കണ്ടതും ഗീതുവിന് സഹിച്ചില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയം അകത്ത് പ്രിയ ചോദിച്ചു, എന്തൊക്കെയാ കേൾക്കണേ? വിജയലക്ഷ്മി ആയിരുന്നോ ഗോവിന്ദേട്ടൻ്റെ അമ്മയെന്ന് ചോദിക്കുകയാണ്. എന്താ അയ്യപ്പേട്ടനൊന്നും എന്താ ഒന്നും ഇടാത്തെന്ന് ചോദിക്കുക. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല, ഞാൻ എന്ത് പറയാനായിട്ടാ? അല്ലെങ്കിലും ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലാത്ത കാര്യം അതൊക്കെ. കാരണം വിജയലക്ഷ്മി അന്ന് ഇട്ടിട്ട് പോയെന്ന് മാത്രം അറിയത്തുള്ളൂ, അതിനേക്ക് അപ്പുറം ഒന്നും അറിയത്തില്ല. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം അവര് വന്നേന്ന് പറയാണ്. അവര് എവിടെയായിരുന്നു എന്തായിരുന്നു അറിയത്തില്ല. പക്ഷേങ്കിൽ അവര് വന്നതിന് ശേഷം പിന്നീട് ഗോവിന്ദോ അവരും തമ്മിൽ അങ്ങനെ അധികം സംസാരിച്ചിട്ടില്ല, അവര് തമ്മിൽ കണ്ടുമുട്ടാറ് പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയ ചോദിച്ചു, അല്ല അപ്പം രഞ്ജു എന്റെ സഹോദരിയാണെന്ന് ചോദിക്കുക. ഇത് കേട്ടത് അയ്യപ്പേട്ടൻ പറഞ്ഞു, അതെ സഹോദരിയാണെന്ന് പറയാം. ദൈവമേ, അതൊക്കെ
എനിക്കറിയില്ലായിരുന്നല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ അവളെ ഒത്തിരി കുറ്റപ്പെടുത്തിയെന്ന് പറയാണ്. രേഖ രഞ്ജുവിനെ ചേർത്ത് പിടിക്കും. രേഖ പ്രിയനെ ചേർത്ത് പിടിക്കുകയാണ്. സാരമില്ല പ്രിയമോളെ, പോട്ടെ, വൈകിയാണെന്ന് അറിഞ്ഞാലോ, എന്നാലും എനിക്ക് രഞ്ജുവിനോട് സോറി പറയണം രേഖേച്ചി. സോറി പറഞ്ഞില്ല എനിക്കൊരു സമാധാനം ആവില്ല. സോറി രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരണോർത്തു, ദൈവമേ, ഒരുത്തിയും കൂടെ വന്നോ, സ്വത്തിനകത്ത് ഒരുത്തി കൂടെ അവകാശമായി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ദൈവമേ, പെട്ടുപോയല്ലോ എന്നൊരു സ്ഥിതിയായിരുന്നു വരണ്ട മനസ്സെന്നറിയാം. എന്നാലും ഗോവിന്ദൻ ഇത് എങ്ങനെ സഹിക്കും, ഗോവിന്ദനെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് കാർ കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗീതു ആ കയ്യിലേക്ക് കയറി പിടിച്ചു. എങ്ങോട്ടാ എങ്ങോട്ടാ കണ്ണേട്ടൻ പോന്നേക്ക്, ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയാം. എനിക്ക് പോകണം, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണമെന്ന് പറയാം. ഞാനിവിടെ വരാം. വേണ്ട ഗീതു, നീ ഇവിടെ ഇരുന്നാൽ മതി. എന്നോട് ദേഷ്യപ്പെട്ടാ പോകുന്നില്ലേ, എനിക്കറിയാം എന്നോട് ദേഷ്യമായിരിക്കുന്നു. പക്ഷെ കണ്ണേട്ടൻ ഒന്ന് വിചാരിക്കണം, ഞാനിത് അറിഞ്ഞിരുന്നെങ്കിലും ഞാനത് ഇപ്പോഴത് പറയുമെന്ന് വിചാരിച്ചില്ല. അറിയാതെ എൻ്റെ നാവിൽ തുമ്പിൽ ആ പേര് കയറി വന്ന വിജയലക്ഷ്മി എന്നുള്ളത്. ഞാൻ ചെയ്തു പോയ തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. ഒരിക്കലും ഗോവിന്ദനെ കളിയാക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ അല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് തനിച്ച് കുറച്ചേരം ഇരിക്കാനാ. വേണ്ട, അങ്ങനെ തന്നെ പോണ്ട, ഞാനും കൂടെ വരാം, ഞാനും കൂടെ ഇരിക്കാം. എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് ഗോവിന്ദന്റെ കാറിലേക്ക് ഗീതവും കൂടെ കയറുക. അവരങ്ങനെ പോവാണ്. ഈ കാഴ്ചകളൊക്കെ മോളിൽ നിന്ന് രാധികാമ്മ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാധികാമ്മ നേരെ മുറിയിലേക്ക് പോവാണ്. ആ സമയം അയ്യപ്പേട്ടനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക പ്രിയ രേഖയൊക്കെ. പിന്നീട് അയ്യപ്പേട്ടൻ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അവര് ഗോവിന്ദ കുഞ്ഞിനെ മാധവ സാറിന് ഇട്ടിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം കുറെ കാലത്തിന് ശേഷം ഇറങ്ങി വന്നേ. പിന്നെ ആ കൂടെ അപ്പൊ രഞ്ജു ഉണ്ടായിരുന്നു. രഞ്ജു പറഞ്ഞതിന് ശേഷം അവരുടെ വരവ്. പിന്നീട് ചെമ്പകശ്ശേരി തറവാടിന് വേണ്ടിയുള്ള കേസിനൊക്കെ കാര്യത്തിലായിട്ട് ഒരു 10-15 വർഷം അവരതിന് വേണ്ടിയിട്ട് അതിന്റെ പുറകെ നടന്നു. ആ സമയത്ത് അവരെ കാണുന്നേ. പിന്നീട് ഇങ്ങോട്ട് അങ്ങനെ അധികമൊന്നും വന്നിട്ടൊന്നും ഇല്ലാന്ന് പറയാണ്. അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ, അതിനേക്കാൾ അപ്പുറം എനിക്കും അറിയത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞു, എന്നാലും അവർ ഇത്രയും കാലം ഗോവിന്ദന്റെ അമ്മയാന്നുള്ള കാര്യം മറച്ചു വെച്ചല്ലോ. എന്നാലും കുഴപ്പമില്ല, രാധികാമ്മേനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. രാധികാമ്മ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഗോവിന്ദണ്ണ രാധികാമ്മ തന്നെയായിരിക്കും സ്വന്തം അമ്മയെന്ന്. അതിൽ പലൊരു സന്തോഷം എനിക്ക് വേറെ കിട്ടാനില്ലെന്ന് പറയാണ്. ഇനിയിപ്പോ കാഞ്ചന, നീ ഒരു കാര്യം ചെയ്യാം, അവിടെ സംസാരിച്ചോണ്ട് ഇപ്പോഴെന്നല്ല പറഞ്ഞേ, ഗോവിന്ദണ്ണും ഗീതുവും ആ സ്ത്രീയെ പോയി പറഞ്ഞു വിട്ടിട്ട് ഗോവിന്ദണ്ണെ ഗീതു ഞങ്ങൾ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവാ. ഞങ്ങളുടെ മുറി അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് തോന്നേ. അമ്മ മിക്കവാറും നല്ല വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത്. അമ്മേനെ ഒന്ന് പോയി സമാധാനിപ്പിക്കണം. അതുകൊണ്ട് അവരെ പോയി വിളിച്ചോണ്ട് പോവാ, അല്ല അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനാവെന്ന് പറയണം. ശരി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങോട്ടേക്ക് പോവാണ്. കാഞ്ചന പോയിട്ട് അതേപടി തന്നെ തിരിച്ചു വരുവാണ്. എന്താ കാഞ്ചന, അവിടെ ആരുമില്ല, അവരൊക്കെ പോയെന്ന് പറയണം. പോയ എങ്ങോട്ട്? കാറിൽ കയറി പോയെന്നാ തോന്നേ. അവിടെ ഇപ്പം വിജയലക്ഷ്മി മാഡോ അല്ല ഗീതുപ്പാപ്പയോ ഗോതമ്പാമ്മയോ ആരും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുമ്പോഴൊരു കാര്യം ചെയ്യുക, അവരിങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ മുറിയിലുണ്ടാവും, ഞാൻ അമ്മയുടെ മുറിയിൽ കാണുമെന്ന് പറഞ്ഞിട്ട് വരും നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികാമ്മ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കാരണം താൻ ആരും അല്ലാതായിരിക്കുന്നു. ഗോവിന്ദന് മുന്നിൽ താൻ ചെറുതായി. തന്റെ കള്ളത്തരങ്ങളൊക്കെ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. കയ്യിൽ കുറെ ഗുളികൾ എടുത്തു. ഇത് കഴിച്ചും കൂടെ ആത്മഹത്യ ചെയ്യാം, എന്നെങ്കിൽ പിന്നെ ഇനി തന്റെ ശല്യം ഉണ്ടാകത്തില്ലോ. അവനെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് ഗുളിക കയ്യിലേക്ക് എടുക്കുകയാണ്. ആ സമയത്താണ് വരുൺ അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്. അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയാണെന്ന് പറയണേ. സന്തോഷ വാർത്ത എന്ത്? അത് പിന്നെ ഗോവിന്ദൻ അമ്മേനെ അംഗീകരിച്ചെന്ന് പറയണേ. എന്നെ അംഗീകരിച്ചെന്നോ? അതേമേ, അതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ അമ്മയാണ് വലുത്, ആ അമ്മേനെക്കാളും വലുത് ഈ അമ്മയാന്ന് എന്നോട് പറഞ്ഞു. എന്നോടൊന്നല്ല, എല്ലാവരുമായിട്ട് അവിടെ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഇനി പേടിക്കണ്ട, ആ അമ്മേനെക്കാളും വലുത് ഈ അമ്മയാ, അതുകൊണ്ട് അമ്മേനെ കൊന്നാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണേ. എന്താടാ നീ വരണേ, നീ പറയണേ, എനിക്കൊന്നും നിങ്ങൾ മനസ്സിലാവുന്നില്ലോ എന്ന് പറയണേ. ഇത് നിന്നെ ഡിഗ്രിക്ക് വിട്ട സമയത്ത് വേറെ പലത്തിനും വിട്ടാൽ മതിയായിരുന്നു. സത്യം പറയണേ, നീ ഡിഗ്രിക്ക് തന്നെ പോയതാണോ എന്ന് ചോദിക്കണം. അമ്മ എന്തൊക്കെ ഇങ്ങനെ പറയണേ? എടാ, നീ പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഏതമ്മയുടെ കാര്യമാ എങ്ങനെയാ പറയണേ? പറയുന്ന കാര്യം തെളിച്ച് പറയാൻ പറയണേ. എന്റെ അമ്മ അതല്ലേ പറഞ്ഞേ, എന്റെ അമ്മയുള്ള ഈ നിൽക്കുന്നമ്മ. പിന്നെ ഗോവിന്ദൻ അപ്പം വിജയലക്ഷ്മിയാണല്ലോ. അപ്പൊ ആ അമ്മ പറഞ്ഞു, ആ അമ്മേനെ കുറിച്ച് ഗോവിന്ദൻ പറഞ്ഞ കാര്യം ഞാൻ പറയണേ. എന്റെ അമ്മ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ആ അമ്മേനെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. എന്നിട്ട് രാധികാമ്മയ്ക്ക് അത്രയും കൂടെ പിടികിട്ടിയില്ല. വരുൺ എന്തായി പറഞ്ഞോണ്ട് വരുന്നത്? അതെ, തൽക്കാലത്തേക്ക് നീ ഒന്നും മിണ്ടണ്ട, ഞാൻ താഴെ പോയി ആരുടെയും ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോഴേക്കും അങ്ങോട്ട് കാഞ്ചന വന്നു പറഞ്ഞു, രാധികാമ്മി സന്തോഷിച്ചോളാൻ പറഞ്ഞു. എന്താ? അതെ, ഗോവിന്ദ കുഞ്ഞ് പറഞ്ഞ എന്താണെന്നറിയാവോ? രാധികാമ്മ പാവമാണ്, രാധികാമ്മ എന്നെ കൊന്നാലും കുഴപ്പമില്ല,
ആ വിജയലക്ഷ്മിനെ സ്ത്രീ അംഗീകരിക്കാൻ പോകുന്നില്ല. കണ്ടോ, ഇങ്ങനെ പറഞ്ഞാണ് കാര്യങ്ങൾ, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവൻ വെറുതെ ഓരോ പൊട്ടത്തരങ്ങളെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയം കാഞ്ചന പറഞ്ഞു, മാമിനി ഒരിടത്തേക്കും പോകണ്ട കേട്ടോ, മാമി ഇവിടെ നിന്നാൽ മാത്രം മതി എന്ന് പറയണം. ഇതിൽ പല ഒരു സന്തോഷം രാധയ്ക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. കാഞ്ചന അങ്ങോട്ട് പോവാണ്. കാഞ്ചന അങ്ങോട്ട് പോയ സമയത്ത് വരം പറഞ്ഞു, എങ്ങനെയുണ്ടമ്മേ, കൊള്ളാല്ലേ നിൽക്കണം. അത് ശരിയാ, പക്ഷെ അവനകത്തൊരു കാര്യമുണ്ട്. എന്താ, നമുക്ക് കുറച്ച് സെന്റിമെന്റ്സും കൂടെ വർക്കൗട്ട് ആക്കട്ടെ നിൽക്കും. സെന്റിമെന്റ്സ്, എന്ത് സെന്റിമെന്റ്സ്? അതമ്മേ, അമ്മ ഇപ്പം ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമല്ലായിരുന്നോ? അമ്മ ഗുളിക കഴിച്ചു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നമുക്ക് ഗോവിന്ദനോട് പറയാം. അപ്പൊ ഗോവിന്ദന്റെ അമ്മയോട് ഇത്രയോടെ സ്നേഹം ഉണ്ടായിരിക്കും എന്ന് പറയണം. എടാ, അന്ന ഒരു കാര്യം, നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ? അന്ന് അമ്മ പെട്ടെന്ന് ഗുളിക കഴിക്കാൻ പറയാം. അതെന്തിനാ ഗുളിക കഴിക്കണേ? എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടേ അറിയത്തില്ലേ, അമ്മ ഗുളിക കഴിച്ചിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ നമ്മുടെ പ്ലാനും പദ്ധതിയിലെ പൊടിയില്ലേന്ന് ചോദിക്കാം. അമ്മ മിനിമം ഒരു 3 ഗുളികയെങ്കിലും കഴിക്കണമെന്ന് പറയാം. എടാ, കഴിക്കണം, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങണമെന്ന് പറയണം. അങ്ങനെ ആ മണ്ടൻ വരണ്ട പറച്ചിൽ കേട്ടിട്ട് രാധികാമ്മ ഗുളിക കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.